കണ്ണൂർ മട്ടന്നൂരിൽ SDPI പ്രവർത്തകൻ യുവതിയെയും ഭർത്താവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മട്ടന്നൂർ ശിവപുരത്ത് താമസിക്കുന്ന കെ തൻഷീറയെയും ഭർത്താവ് വി അജ്മലിനെയുമാണ് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. അജ്മലിന്റെ സഹോദരി അസ്മിതയ്ക്കും വെട്ടേറ്റു. സംഭവത്തിൽ SDPI ഭാരവാഹിയായ അസ്ലമിനെതിരെ മാലൂർ പോലീസിൽ പരാതി നൽകി. രാവിലെ ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഓന് കീശയില് ഇങ്ങനെ കത്തി വെച്ചിനെ നമുക്കറിയില്ല. അതിൽ നിന്ന് പെട്ടെന്ന് കുത്തിയേറ്റാണ് ഓനെ 17 വയസ്സിന്. തൻഷീറിന്റെ ഭർത്താവ് അജ്മലിന് ചെവി മുതൽ കൈന്റെ എൽബോ വരെയും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. തൻഷീറിന്റെ നരമ്പ് മുറിഞ്ഞു പോലെ നമ്മുടെ വീടിന്റെ അയൽവാസിയാണ്. അങ്ങനെ അതിക്രമിച്ച് വന്നിട്ടാണ് കുത്തിയത്. ഇന്ന് രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. മട്ടന്നൂർ ശിവപുരത്തെ SDPI ഭാരവാഹിയായ അസ്ലം അയൽക്കാരനും ബന്ധുവുമായ അജ്മലിന്റെ വീട്ടിൽ കയറി അക്രമം നടത്തുകയായിരുന്നു. ഇരു വീട്ടുകാരും തമ്മിൽ പിണക്കത്തിലാണ്. അതിനിടെ അസ്ലമിന്റെ 2 വയസ്സുള്ള കുഞ്ഞ് ഇന്ന് അജ്മലിന്റെ വീട്ടിലെത്തി. അജ്മലിന്റെ ഭാര്യ തൻഷീറ കുഞ്ഞിനെ എടുക്കുകയും ചെയ്തു. ഇതേ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. വാക്കുതർക്കത്തിനിടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് തൻഷീറയെ അസ്ലം കുത്തുകയായിരുന്നെന്ന് അജ്മൽ പറയുന്നു. അക്രമം തടയാൻ ശ്രമിച്ചപ്പോൾ അജ്മലിനും സഹോദരി അസ്മയ്ക്കും വെട്ടേറ്റു. ഓന് വരുമ്പം തന്നെ കത്തിയെല്ലാം എടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കത്തി, കീശയിലായിരുന്നു കത്തി. ഓന് കീശയിൽ എടുത്തിട്ടാണ് ഇപ്പൊ കുത്തിയത്. ഓന് വന്ന് ആദ്യം ഒരു വലിയൊരു വടി എടുത്തിട്ട് എന്റെ തലക്കടിച്ചിട്ട് ഓൻ പോയി. ഓൻ പോയാൽ ഓന്റെ വൈഫ് ആദ്യം വന്നിട്ട് കുഴപ്പാക്കി. ഓനെപ്പോൾ രണ്ടാമത് വരുമ്പോ ഓന് കീശയിൽ കത്തി എടുത്തിട്ടാണ് വന്നത്. കത്തി കണ്ടേരോ എന്നെ പിടിച്ചു വെച്ചത് അവരെല്ലാരും മാറി. എന്റെ പെങ്ങളും എന്റെ വൈഫും ആയിരുന്നു. അവര് മാത്രം അങ്ങനെ നിന്ന്. എന്നിട്ട് എന്നെ ഒരു കുത്തി. അത് ഞാൻ കൈ പിടിക്കുമ്പോഴത്തേക്ക് എന്റെ വൈഫിനെയും കുത്തി. വൈഫിനെ ഇതാക്കുമ്പോഴാണ് എന്റെ പെങ്ങൾക്കും കൊണ്ടത്. എന്റെ പെങ്ങളെയും കൈ മുറിഞ്ഞിനെ. പരിക്കേറ്റ 3 പേരെയും കണ്ണൂർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ തൻഷീറയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.